എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചു കാണും അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ആകെ ഒരു തവണ മാത്രം കാണാൻ കഴിയുന്ന ഒരു ചടങ്ങ്. അതായത് 275 വർഷങ്ങൾക്ക് ശേഷം ജൂൺ 8, 2025 നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു അപൂർവമായ ചടങ്ങ് നടത്താൻ പോവുകയാണ്. ശ്രീകോവിലിന് മുകളിൽ താഴികക്കുടങ്ങളുടെ സമർപ്പണം, വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നീ ചടങ്ങുകൾ ഒരുമിച്ച് നടത്തും. 1750 അഞ്ഞിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷേത്രം നവീകരിച്ച് തൃപ്പടിദാനം നടത്തിയിരുന്നു. പിന്നീട് ക്ഷേത്രം നവീകരിക്കണം എന്ന് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം 2017 നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ചടങ്ങ് എന്നത് വലിയൊരു സവിശേഷത തന്നെയാണ്. ഇനി മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠയാണ്. നിലവിൽ 300 വർഷത്തോളം പഴക്കമുള്ള ഈ വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കണം എന്ന് ദേവപ്രശ്നത്തിലാണ് തെളിഞ്ഞത്. അനന്തശയനത്തിലുള്ള ശ്രീ പത്മനാഭസ്വാമിയുടെ കാൽഭാഗത്തായിട്ട്, അതായത് വടക്ക് ഭാഗത്തായിട്ടാണ് വിശ്വക്സേന എന്ന ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മുടെ ഐതിഹ്യം അനുസരിച്ച് മഹാവിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നതെല്ലാം ആദ്യം വിശ്വക്സേന എന്ന ഭഗവാനെ കാണിക്കണം. അതായത് നമ്മൾ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പോലെ തടസ്സങ്ങൾ മാറാനും ഒക്കെ പൂജിക്കുന്ന മഹാവിഷ്ണു ഭഗവാന്റെ തന്നെ ഒരു ഉപരൂപമാണ് വിശ്വക്സേന. പുതിയതായി 4 താഴികക്കുടങ്ങളാണ് സമർപ്പിക്കുന്നത്. 3 ശ്രീകോവിലിന് മുകളിലും 1 ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിലും. ഓരോ താഴികക്കുടത്തിലും 25 കിലോഗ്രാം വീതം നെവര നെല്ലാണ് നിറയ്ക്കുന്നത്. തിരുനെൽവേലിയിലെ മീനാക്ഷിപുരത്ത് കൃഷി ചെയ്ത നെല്ല് ക്ഷേത്ര ആവശ്യത്തിനായി എത്തിക്കുകയായിരുന്നു. ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ വാതിലുകളുടെ സമർപ്പണവും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശവും ഇതോടൊപ്പം തന്നെ നടത്തും. ഇത്രയൊക്കെ വിവരങ്ങളാണ് എനിക്ക് ഈ ചടങ്ങിനെ പറ്റി അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അന്നത്തെ ദിവസം ഈ ചടങ്ങിൽ എന്തായാലും പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപക്ഷെ ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാകും ഇതുപോലൊരു ചടങ്ങ് ഉണ്ടാവുക. ഇനി അഥവാ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിലെങ്കിലും ശ്രീ പത്മനാഭസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.